ഏറ്റവും പുണ്യമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിപാവനമായ നിമിഷങ്ങളിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. ജനൻ ടി വി പ്രേക്ഷകർക്കും ഇത് ഏറ്റവും അനുഭൂതി നൽകുന്ന ഒരു സമയമാണ്. അങ്ങ് പ്രയാഗ്രാജിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇടത്താവളങ്ങളിൽ നിന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര ഇനി സന്നിധാനത്തേക്ക് എത്തുന്നതാണ്. സന്നിധാനത്ത് ഇനിയും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് അല്പസമയത്തിനകം എന്തായാലും മകരസംക്രമ പൂജയാണ്. 8:45 സന്നിധാനത്ത് സംക്രമ പൂജ നടക്കുക. സംക്രമ പൂജ കഴിഞ്ഞാൽ പിന്നെ ഏവരും കാത്തിരിക്കുന്നത് ആ പേടകങ്ങൾ സന്നിധാനത്തേക്ക് വരുന്നത് കാണാനാണ്. കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളോടെ ആകാശത്തിങ്ങനെ പറക്കുന്ന കൃഷ്ണപ്പരത്തിനെ സാക്ഷിയാക്കി അതിങ്ങനെ കടന്നു വരുന്നത് കാണാനുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് തിരുവാഭരണ പേടകം എവിടെയായി എന്നത് നമുക്കും അറിയണം, ഒപ്പം പ്രേക്ഷകർക്കും അറിയണം, ഇവിടെയുള്ള ഭക്തർക്കൊക്കെ അറിയണം. അതുകൊണ്ട് മിഥുൻ മുരളി ഉണ്ട് തിരുവാഭരണ പേടകത്തോടൊപ്പം. മിഥുൻ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ എവിടെയാണ് തിരുവാഭരണ പേടകം ഘോഷയാത്ര എവിടെയാണ് എത്തിയിട്ടുള്ളത്? അട്ടത്തോട് നിന്ന് വനമേഖലയിലേക്ക് ഇറങ്ങാറായിട്ടുണ്ടോ തിരുവാഭരണ ഘോഷയാത്ര? മിഥുൻ, കേൾക്കാമെങ്കിൽ. ഉമേഷ്, നിലയ്ക്കലേക്ക് തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ഇലവുങ്കലിലായിരുന്നു ഇത്രയും സമയമുണ്ടായിരുന്നു. വിശ്രമത്തിന് ശേഷം ഇലവുങ്കലിൽ തിരുവാഭരണ പേടകം ഇറക്കി വെച്ചുള്ള വിശ്രമത്തിന് ശേഷം തിരുവാഭരണ പേടകത്തെ വണങ്ങുന്നതിന് ഭക്തജനങ്ങൾക്ക് അവസരം ഇലവുങ്കലിൽ ഉണ്ടായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ അല്പസമയം ഏകദേശം അരമണിക്കൂറോളം തിരുവാഭരണ പേടകം ഇറക്കി വെച്ചു. വലിയ ഭക്തജനത്തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടകരെല്ലാം ഈ പാതകളിൽ തിരുവാഭരണ ഘോഷയാത്രയെ വണങ്ങുന്നതിനും തൊട്ടുവണങ്ങി ആ സായുജ്യം നേടുന്നതിനുമൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം ആ ഒരു ആഗ്രഹ സഫലീകരണം നൽകി ഇലവുങ്കലിൽ നിന്നും ഘോഷയാത്ര ഇപ്പോൾ നിലയ്ക്കലിലേക്ക് പുറപ്പെടുകയാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 9 മണിയോടുകൂടി ഘോഷയാത്ര എത്തും. ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ വിശ്രമമുണ്ട്. അവിടെ തിരുവാഭരണ പേടകം ഇറക്കി വെച്ച് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ പേടകത്തെ തൊട്ട് വണങ്ങി വന്ദിച്ച് ആത്മനിർവൃത്തി നേടുന്നതിനുള്ള തിരുവാഭരണ പേടകം ഒരു നിമിഷം കണ്ട് സായുജ്യം നേടുന്നതിനുള്ള ഒരു അവസരമുണ്ട് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ. അവിടെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ, ശബരിമല തീർത്ഥാടകർ എല്ലാം നിലയ്ക്കൽ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, തിരുവാഭരണ ഘോഷയാത്രയെ ഒന്ന് വന്ദിക്കുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടി, ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടിയൊക്കെ അവിടെ ആയിരിക്കും കൂടുതൽ സമയം തമ്പടിക്കുക. അതുകൊണ്ട് അവിടെ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത. തിരുവാഭരണ ഘോഷയാത്ര 9 മണിയോടുകൂടി അവിടേക്ക് എത്തും. ഘോഷയാത്രയുടെ പ്രയാണം തുടരുകയാണ്. രാവിലെ 3 മണിയോടെയാണ്, പുലർച്ചെ 3 മണിയോടെയാണ് ലാഹ വനംവകുപ്പ് സത്രത്തിൽ നിന്നും ഘോഷയാത്രയുടെ ഇന്നത്തെ പ്രയാണം ആരംഭിച്ചത്. ഇനി നിലയ്ക്കലിൽ നിന്നും കാനനപാതയിലൂടെയാണ് ഘോഷയാത്രയുടെ പ്രയാണം തുടരുന്നത്. അട്ടത്തോളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പിന്നീട് കൊല്ലമുഴി, എട്ടപ്പടി, ഒളിയമ്പുഴ, വലിയാനാവട്ടം, ചെറിയനാവട്ടം, നീലിമല, ശബരിപീഠം വഴി ശരംകുത്തിയിൽ ഇന്ന് വൈകിട്ട് എത്തുമ്പോൾ അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണം. പിന്നീട് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന ആ ഒരു സുവർണ്ണ നിമിഷം, അസുലഭ നിമിഷം, ആ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരാണ്ടിൻ്റെ കാത്തിരിപ്പ്, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ്. തിരുവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിൻ്റെയൊക്കെ മണിക്കൂറുകളാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരാണ്ടുകാലത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പ്. ആത്മനിർവൃത്തിയോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തജനങ്ങൾ പന്തളം മുതൽ 83 കിലോമീറ്ററോളമുള്ള തിരുവാഭരണ പാതകളിലെല്ലാം വലിയ ഭക്തജന ബാഹുല്യം, വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ, ഭവനങ്ങൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തിരുവാഭരണ ഘോഷയാത്ര എത്തിയപ്പോൾ കണ്ടത് ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമായിരുന്നു. മണിക്കൂറുകളോളം ഭക്തജനങ്ങൾ കാത്തു നിന്നുകൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ വരവേൽപ്പ് നൽകിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഘോഷയാത്ര ലാഹയിൽ എത്തിയപ്പോൾ വാദ്യമേളത്തിലൂടെയും താലപ്പൊലിയുടെയും നിറപറയുടെയും നിലവിളക്കിൻ്റെയും കർപ്പൂരാഴിയുടെയും എല്ലാം അകമ്പടിയോടെ കൂടിയായിരുന്നു ലാഹ വനംവകുപ്പ് സത്രത്തിൽ ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണം ഒരുക്കിയത്. രാത്രി അവിടെ തങ്ങിയ ഘോഷയാത്ര വീണ്ടും 3-ാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് എല്ലാ ഭക്തജനങ്ങളും ഒരേ മനസ്സോടുകൂടി അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ച്, അയ്യപ്പസ്വാമിയെ മനസ്സിലും ശരീരത്തിലും മാത്രം ആവാഹിച്ച്, അയ്യപ്പസ്വാമി എന്നുള്ള ഒരു മന്ത്രത്തോടി മാത്രം മുഴക്കിക്കൊണ്ട് ഈ ശരണപാതയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഒരു പുണ്യ മുഹൂർത്തത്തിന് വേണ്ടി, ആ മകരജ്യോതി ദർശനം, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ള ആ ഒരു ഭക്തി സായുജ്യം നേടുന്നതിന് വേണ്ടിയുള്ള നിമിഷത്തെ കാത്തിരിപ്പിന് വേണ്ടി ഈ 3 തിരുവാഭരണ പെട്ടികൾ, 3 പ്രധാനപ്പെട്ട തിരുവാഭരണ പെട്ടികൾ, തിരുമുഖവും ഭഗവാന്റെ ആഭരണങ്ങളും എല്ലാം അടങ്ങുന്ന 1ാമത്തെ പെട്ടി, 2ാമത്തെ പെട്ടിയിൽ മറ്റ് പൂജാ പാത്രങ്ങളും പൗരാണിക പൂജാപാത്രങ്ങളും ഒക്കെ അടക്കുന്ന 2ാമത്തെ പെട്ടി, 3ാമത്തെ പെട്ടിയിൽ ഭഗവാന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ജീവതയും മറ്റ് കൊടിയും ഒക്കെ അടങ്ങുന്ന 3ാമത്തെ പെട്ടി, 3 പെട്ടികൾ വഹിച്ചുകൊണ്ടുള്ള 26 അംഗ തിരുവാഭരണ പേടക സംഘം വ്രതശുദ്ധിയോടുകൂടി ഓരോ വർഷവും കാത്തിരുന്ന വ്രതശുദ്ധി അനുഷ്ഠാനങ്ങളൊക്കെ കൂടി തിരുവാഭരണത്തെ വഹിക്കുന്ന 26 അംഗ
തിരുവാഭരണ പേടക സംഘം അവർക്ക് നേതൃത്വം നൽകുന്ന രാജപ്രതിനിധി ശ്രീ തൃക്കാട്ടനാൾ രാജവർമ്മയുടെ നേതൃത്വത്തിൽ 26 അംഗ തിരുവാഭരണ പേടക സംഘം ഈ തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുമ്പോൾ ഇതിന് അകമ്പടി ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഒരു കേന്ദ്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും അടുത്ത കേന്ദ്രം വരെ ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം കൂടുക, ഒപ്പം അനുഗമിക്കുക എന്നുള്ളത് ഓരോ ഭക്തജനങ്ങളുടെയും ആത്മനിവൃത്തിയുടെ കാത്തിരിപ്പിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഒക്കെ പൂർത്തീകരണമാണ് എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കണ്ടത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ ഓരോ സ്ഥലങ്ങളിലുമുള്ള ഭക്തജനങ്ങൾ അവർക്ക് അവിടെ നിന്ന് പമ്പ വരെ അല്ലെങ്കിൽ സന്നിധാനം വരെയൊക്കെ ഈ ഘോഷയാത്രക്കൊപ്പം അനുഗമിക്കാൻ സാധിക്കില്ലെങ്കിൽ അവർ ഒരു കേന്ദ്രത്തിൽ നിന്നും അടുത്ത കേന്ദ്രത്തിലേക്ക്, അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്, അവരുടെ ഭവനങ്ങളുടെയും അവരുടെ സ്ഥലങ്ങളുടെയും ഒക്കെ പരിസരത്തുള്ള അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം അനുഗമിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ വലിയ ഭക്തജന ബാഹുല്യം, ഒപ്പം പന്തളം മുതൽ സന്നിധാനം വരെ ഘോഷയാത്രയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമായി ഈ ഘോഷയാത്രയുടെ ഒപ്പമുണ്ട്. 10 വർഷം മുതൽ 50 വർഷം വരെയൊക്കെ ഈ ഘോഷയാത്രയുടെ ഒപ്പം കൂടുന്ന നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ. അങ്ങനെ ആ ഭക്തജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്ര ഇപ്പോൾ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 തിരുവാഭരണ പെട്ടികൾ, ആ 3 പെട്ടികളിലും പ്രധാനപ്പെട്ട പെട്ടിയിൽ തിരുമുഖങ്ങൾ, ഭഗവാന്റെ തിരുമുഖം, അയ്യപ്പ ഭഗവാനെ, മണികണ്ഠസ്വാമിയെ യോദ്ധാവായി കാണാൻ ആഗ്രഹിച്ച പന്തളരാജൻ പണികഴിപ്പിച്ച തിരുവാഭരണങ്ങൾ, തിരുമുഖമടങ്ങുന്ന പ്രധാനപ്പെട്ട പെട്ടി, യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള തിരുമുഖം, യോദ്ധാവായി പന്തളരാജൻ അയ്യപ്പ മണികണ്ഠസ്വാമിയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ തിരുമുഖം പ്രധാനമായിട്ടും യോദ്ധാവിൻ്റെ രൂപത്തിൽ പണികഴിപ്പിച്ചിരിക്കുന്നു. അതിൽ ആഭരണങ്ങളും തിരുമുഖവും ആഭരണങ്ങളും ഇന്ദ്രനീല കല്ല് പതിച്ച ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുവാൻ പാകത്തിലുള്ള തിരുമുഖം അതടങ്ങുന്ന ആദ്യത്തെ പെട്ടി. ആ പെട്ടി ചുമക്കുന്നത് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള, അദ്ദേഹത്തിൻ്റെ പഴയ കുളത്തിനാൽ ഉണ്ണികൃഷ്ണ പിള്ള. ആ ആദ്യത്തെ പെട്ടി പ്രധാനപ്പെട്ട തിരുമുഖമടങ്ങുന്ന ആഭരണമടങ്ങുന്ന പെട്ടി ശിരസിൽ വഹിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്രയിൽ ശിരസിൽ വഹിക്കുന്നു. രണ്ടാമത്തെ പെട്ടിയിൽ പൗരാണികമായിട്ടുള്ള പൂജാപാത്രങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ അടങ്ങുന്നതാണ് രണ്ടാമത്തെ പെട്ടി. ഇത് വഹിക്കുന്നത് മരുതമന ശിവൻ പിള്ളയാണ്. മൂന്നാമത്തെ പെട്ടി ജീവിതയും കൊടിയും അടങ്ങുന്ന ശരണംവിളികളുടെ അകമ്പടിയിൽ, ശ്രീകൃഷ്ണപരുന്നിന്റെ അകമ്പടിയിൽ ശരണമന്ത്ര ഘോഷത്തോടെ ആ തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അതായാലും വലിയൊരു സ്വീകരണം എല്ലായിടങ്ങളിലും. രാത്രി വൈകിയും ഒരുപാട് ആളുകൾ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഈ സന്നിധിയിലേക്ക്, അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്ക് സന്നിധാനത്തേക്ക് ആനന്ദ നൃത്തം ചവിട്ടി എങ്ങനെ വരും നോക്കൂ. ആ ഗുരുസ്വാമിമാരുടെ ഒരു ഭാഗ്യം നോക്കും. ഇതിൽ ഒരു ആഘോഷം, ഒരു ചടങ്ങ് എന്നതിൽ അപ്പുറത്തേക്ക് ഇതിനൊരു വൈകുന്നേരം നമ്മൾ പറഞ്ഞത് ഒരു വൈകാരിക തലമുണ്ട്. അച്ഛൻ മകന് കൊടുത്തുവിട്ട സമ്മാനമാണ്. ആ സമ്മാനം ആഘോഷപൂർവ്വം എത്തിക്കാൻ ഒരു വലിയ ജനത തന്നെ ഒപ്പം കൂടുകയാണ്. പലയിടങ്ങളിലും പല ബുദ്ധിമുട്ടുണ്ട്, പലയിടങ്ങളിലും ഒന്ന് കിടക്കാനോ നിൽക്കാനോ ഉള്ള ഇടങ്ങളുണ്ടാവില്ല. എന്നാലും പതിനായിരക്കണക്കിന് ആളുകളാണ് തിരുവാഭരണ പേടകം ഒന്ന് കാണാൻ അത് പോകുന്ന വഴികൾ, തിരുവാഭരണ പാതയിലൊക്കെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം വഴികൾ സന്നിധാനത്തേക്കുണ്ടെങ്കിലും തിരുവാഭരണ പാതയിലൂടെയുള്ള വരവ് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇനിയിപ്പോൾ നിലയ്ക്കലെത്തിയ ശേഷം അട്ടത്തോടേക്ക് വരും. അട്ടത്തോട് നിന്ന് പിന്നെ പൂർണ്ണമായും വനമേഖലയിലൂടെയാണ്, പമ്പാ നദിയുടെ പൂങ്കാവനത്തിലൂടെയാണ്. രണ്ട് ഇടങ്ങളിൽ നദി മുറിച്ചു കടന്ന് പമ്പയിലേക്ക് എത്തിയില്ല തിരുവാഭരണ പേടകം. അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. തമ്പുരാന്റെ രാജപ്രതിനിധി നേരെ പമ്പയിലേക്ക് വരും. തിരുവാഭരണ പേടകങ്ങൾ വലിയാന വട്ടത്ത് നേരെ നീലിമലയിലേക്ക് കയറി പോരുകയുള്ളൂ. അതുകൊണ്ടൊരു 4-5 മണിയോടുകൂടി മരക്കൂട്ടത്തേക്ക് എത്തും.